Hello, dear students. Very good morning to one and all. Today we are going to discuss about the another modules that is on behavioral economics. And of course, this topic is very emerging and it is flourishing field of economics. So we will start this module with this introduction. You know, we have already studied various models of consumer behavior or consumer demand. And the basic theory of consumer demand is based upon the various assumptions, like some of the three assumptions can be like consumers have the clear preferences for some goods over others. And also consumer faces budget constraints and other assumptions like given their preferences, limited income and the prices of different goods, consumers chooses to buy combinations of goods that maximizes their satisfaction or utility. So dears, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ എക്കണോമിക്സിലെ മറ്റൊരു മോഡ്യൂളാണ്. ബിഹേവിയറൽ എക്കണോമിക്സ് എന്ന ഒരു പുതിയൊരു എമർജിങ് ഫീൽഡ് ഓഫ് സ്റ്റഡി ഉണ്ട്. നമുക്കറിയാം 2016-17 ആ ഒരു ടൈം പീരീഡിന് ശേഷം നമ്മൾ നോബൽ പ്രൈസ് റിച്ചാർഡ് ടൈലർ എന്ന് പറഞ്ഞിട്ടുള്ള ബിഹേവിയറൽ എക്കണോമിസ്റ്റ് ഈ ബിഹേവിയറൽ എക്കണോമിക്സിൽ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ്, അതൊക്കെ ഈ ബിഹേവിയറൽ എക്കണോമിക്സ് എന്ന ഒരു ഫീൽഡിന്റെ ഒരു എമർജൻസിനത് ഒക്കെ വഴി തെളിയിച്ചിട്ടുണ്ട്. അപ്പം ഈ ബിഹേവിയറൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ ഒരു പുതിയൊരു ഫീൽഡ് അതിലെ കുറെ ബേസിക് കൺസെപ്റ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡ്യൂളാണ് ഈ ഒരു മോഡ്യൂള്. അപ്പം നമുക്കതിന്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെ നമുക്കത് തുടങ്ങാം. അതായത് നമുക്ക് ഒരുപാട് കൺസ്യൂമർ ഡിമാൻഡ് തിയറീസ്, നമ്മൾ ബേസിക് തിയറീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കൺസ്യൂമർ ഡിമാൻഡ് തിയറിയുടെ ഒക്കെ ഒരു ബേസിക് അടിസ്ഥാനം എന്ന് പറയുന്നത് അതിന്റെ ചില പ്രധാനപ്പെട്ട അസംഷൻസ് ഒക്കെയാണ്. അതിലൊരു അസംഷൻസ് ഇങ്ങനെയാണ് പറയുന്നത്, കൺസ്യൂമേഴ്സിന് ചില സാധനങ്ങളുടെ മുകളിൽ കൃത്യമായിട്ടുള്ള പ്രിഫറൻസ് ഉണ്ട്, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റാഷണൽ പ്രിഫറൻസസ് ഉണ്ട് എന്നുള്ള ഒരു അസംഷൻസ് ഉണ്ട്. കൺസ്യൂമർ റാഷണൽ ആണ്, അദ്ദേഹത്തിന്റെ പ്രിഫറൻസസ് ചില സാധനങ്ങളുടെ മുകളിൽ കൺസ്യൂമേഴ്സിന് കൃത്യമായിട്ടുള്ള പ്രിഫറൻസസ് ഉണ്ട് എന്നുള്ള ഒരു അസംഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു അസംഷൻ ആണ് കൺസ്യൂമേഴ്സിന്റെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ്. കൺസ്യൂമേഴ്സിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അതായത് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് കൺസ്യൂമർ ഫേസസ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നുള്ള ഒരു അസംഷൻ. പിന്നെ വേറൊരു അസംഷൻ എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിന്റെ പ്രിഫറൻസസും ഇൻകൊക്കെ വരുമ്പോ തന്നിട്ട് അതുപോലെ തന്നെ വ്യത്യസ്ത സാധനങ്ങളുടെ പ്രൈസസ് ഒക്കെ തരുമ്പോൾ കൺസ്യൂമർ ചൂസ് ചെയ്തിട്ട്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൺസ്യൂമർ ചൂസ് ചെയ്യുന്ന വ്യത്യസ്ത സാധനങ്ങളുടെ കോമ്പിനേഷൻസ്, അയാൾ പർച്ചേസ് ചെയ്യുന്ന ഡിഫറെന്റ് സാധനങ്ങളുടെ കോമ്പിനേഷൻ അത് അവരുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുമെന്നുള്ള മറ്റൊരു അസംഷൻ. അപ്പൊ ഇങ്ങനെ ഈ മൂന്ന് പ്രധാനപ്പെട്ട അസംഷൻസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള മൈക്രോ എക്കണോമിക്സിലെ ബേസിക് കൺസ്യൂമർ ഡിമാൻഡ് തിയറീസിന്റെ ഒക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. സോ ദീസ് അസംഷൻസ് എന്ന് പറയുന്നത് അതൊക്കെ അൺറിയലിസ്റ്റിക് ആണ്. റിയൽ വേൾഡിൽ നമുക്ക് ഇത്തരം അസംഷൻസിന്റെ ഒക്കെ ഒരു വാലിഡിറ്റി അതൊക്കെ വളരെയധികം ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള, ഈ അസംഷൻസ് മാത്രമല്ല വേറെ ഒരുപാട് അസംഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ ഓരോ അസംഷൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുകയാണെങ്കിൽ അതൊക്കെ ഒരുപാട് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അസംഷൻസ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം കൺസ്യൂമേഴ്സിന്റെ പ്രിഫറൻസസ് എപ്പോഴും ക്ലിയർ ആയിട്ട് കൺസ്യൂമേഴ്സിന്റെ പ്രിഫറൻസസ് നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ അവരുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഏതൊരു കോണ്ടെക്സ്റ്റിലാണ് കൺസ്യൂമർ അയാളുടെ ചോയ്സ് നടത്തുന്നത് അതിന് അനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു ക്ലിയർ ഡെഫിനിറ്റ് അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റന്റ് പ്രിഫറൻസസ് നമുക്ക് കാണാൻ പറ്റില്ല.
അതുപോലെ തന്നെ കൺസ്യൂമർ അയാൾ ചൂസ് ചെയ്യുന്ന ആ ഒരു കാര്യം എപ്പോഴും അവർക്ക് യൂട്ടിലിറ്റി മാക്സിമൈസിങ് എന്നുള്ള ഒരു കാര്യം നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ കുറെ അൺറിയലിസ്റ്റിക് അസംഷൻസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള ഒരു കുറെ കാര്യങ്ങളാണ് നമ്മൾ കൺസ്യൂമർ ഡിമാൻഡ് തിയറിയിൽ പഠിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇക്കണോമിസ്റ്റുകൾ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബജറ്റ് കൺസ്ട്രെയിന് അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ചില സാഹചര്യങ്ങളിൽ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് പീപ്പിൾ മൈറ്റ് നോട്ട് പെർഫെക്റ്റ്ലി ഒപ്റ്റിമൈസ് ദിയർ സ്പെൻഡിങ് ഫോർ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ പഠിച്ചിട്ടുള്ളത് കൺസ്യൂമർ അയാളുടെ സ്പെൻഡിങ് ഒപ്റ്റിമൈസ് ചെയ്യുമെന്നുള്ളത്, യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയാളുടെ സ്പെൻഡിങ് ഒപ്റ്റിമൈസ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ പലപ്പോഴും ചില കൺസ്യൂമേഴ്സും കൺസിഡർ ചെയ്യില്ല എന്നുള്ളതാണ്. ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഒരു പ്രശ്നമല്ല. അങ്ങനെയൊക്കെയുള്ള അസംഷൻസിന്റെ അടിസ്ഥാനം അതൊക്കെ അൺറിയലിസ്റ്റിക് ആകുമ്പോൾ നമ്മുടെ ബിഹേവിയറൽ കൺസ്യൂമറിന്റെ ആണെങ്കിലും പ്രൊഡ്യൂസറിന്റെ ആണെങ്കിലും അത് മാർക്കറ്റിലെ ബിഹേവിയറിൽ എങ്ങനെയാണ് എന്നുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് ബിഹേവിയറൽ എക്കണോമിക്സിൽ വരുന്നത്. So if we incorporate more realistic and detailed assumptions regarding human behavior, our understanding about consumers' demand as well as the decision of the firms would be improved. അപ്പോൾ കൺസ്യൂമേഴ്സിന്റെ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എങ്ങനെയാണ് ഒരു മാർക്കറ്റ് പ്ലേസിൽ ബിഹേവ് ചെയ്യുന്നത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അസംഷൻസ് നമ്മളൊക്കെ നമ്മുടെ മോഡലിൽ കൊണ്ടുവരികയാണെങ്കിൽ അതൊരു പക്ഷേ നമ്മുടെ കൺസ്യൂമർ എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ഫേം എങ്ങനെയാണ് അവരുടെ ഡിസിഷൻ എടുക്കുന്നത് എന്നതിൻ്റെ മുകളിലുള്ള വളരെ കൂടുതൽ ക്ലാരിറ്റി ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ബിഹേവിയറൽ എക്കണോമിക്സിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ഡിസിഷൻ എങ്ങനെ കൂടുതൽ സുതാര്യമായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ഒരു പ്രൊഡ്യൂസർ ആണെങ്കിലും ഒരു കൺസ്യൂമർ ആണെങ്കിലും എങ്ങനെയാണ് അങ്ങനെ കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള അസംഷൻസ് എങ്ങനെയാണ് അവരുടെ മോഡലിൽ ഉൾപ്പെടുത്തുന്നത് എന്നതൊക്കെയാണ് ഈ ഒരു പുതിയ എമർജിങ് ഫീൽഡ് ആയിട്ടുള്ള ഈ ബിഹേവിയറൽ എക്കണോമിക്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അത് നമ്മുടെ മൈക്രോ ഇക്കണോമിക്സ് വളരെ വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ ഉള്ള ഒരു പഠനമാണ് നമുക്കത് മുന്നോട്ട് വെക്കുന്നത്. സോ വിത്ത് ദീസ് let us discuss some of the important definitions of the behavioral economics. Behavioral economics bridges psychology and economics to understand how we make decision in the real world. ഒരു റിയൽ വേൾഡിൽ നമ്മൾ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത് എന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സൈക്കോളജിയിൽ എക്കണോമിക്സിന്റെ ഒരു പരസ്പരം ഉള്ള ഒരു ബന്ധപ്പെട്ട ഒരു മേഖലയാണ്, പരസ്പരം ബന്ധപ്പെടുത്തുന്ന ഒരു മേഖലയാണ് ബിഹേവിയറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. You can also see in another definition, like traditional economics often assumes people are rational factors, that I said already, and making perfectly logical choices or rational choices. But behavioral economics challenges this assumption and recognizing the influence of very natural factors that is in connection with the human beings, like emotions, biases, social factors in our economic decisions. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ട്രഡീഷണൽ എക്കണോമിക്സിൽ നമ്മൾ എപ്പോഴും അസ്യൂം ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. റാഷണൽ ആക്ടേഴ്സ്, അതുപോലെ തന്നെ ലോജിക്കൽ അല്ലെങ്കിൽ റാഷണൽ ചോയ്സസ് ആണ് എപ്പോഴും നടത്തുക എന്നൊക്കെ പറയുന്ന ഇത്തരത്തിലുള്ള അസംഷൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ബിഹേവിയറൽ എക്കണോമിക്സ് മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള കുറെ നാച്ചുറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതായത് ഈ അവര് മനോഭാവം, അതുപോലെ തന്നെ ബയാസസ്, ഇമോഷൻസ്, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങള്, ഇതൊക്കെ ഒരു എക്കണോമിക് ഡിസിഷനിൽ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് ബിഹേവിയറൽ എക്കണോമിക്സിന്റെ ഡൊമൈനിൽ വരുന്നത്. And also you can understand the concept of behavioral economics. So definition of behavioral economics from this definition, like understanding behavioral economics is crucial not just for individual
but also for business peoples, policy makers, and anyone interested in why we do what we do with our money or resources. ഈ ബിഹേവിയറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തികളുടെ ഒരു മാർക്കറ്റ് ബിഹേവിയർ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറുടെ കൺസ്യൂമറുടെ മാർക്കറ്റ് ബിഹേവിയർ മനസ്സിലാക്കുന്നതിന് മാത്രമല്ല, ഇത് ബിസിനസ്സിലെ അല്ലെങ്കിൽ പോളിസി മേക്കേഴ്സ്, ഗവൺമെന്റിന് പോലും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വിഭവങ്ങൾ, അതുപോലെ തന്നെ പണം എന്താണ് ചെയ്യുന്നത്, അത് എന്തുകൊണ്ട് നമ്മളത് നമ്മുടെ വിഭവങ്ങൾ അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ എക്കോണമിയിൽ യൂസ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ബിഹേവിയറൽ എക്കണോമിക്സിലെ ഇൻസൈറ്റുകൾ ഉപയോഗപ്പെടുത്തി അത് കൂടുതൽ വ്യക്തത വരുത്താൻ പറ്റുമെന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ ഇതാണ് ബിഹേവിയറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇൻ ഷോർട്ടായിട്ട് ഇത് ബിഹേവിയറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് എക്കണോമിക്സിന്റെയും സൈക്കോളജിയുടെയും ഒരു പരസ്പരം ബന്ധപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് ഹ്യൂമൻ ബീങ്സ് ഡിസിഷൻസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യോളജിയിൽ നിന്നുള്ള സൈക്കോളജിയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് എങ്ങനെയാണ് ഇമോഷൻസ്, നമ്മുടെ ബയാസസ്, സോഷ്യൽ ഫാക്ടേഴ്സ്, ഇതൊക്കെ നമ്മുടെ എക്കണോമിക് ഡിസിഷൻ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഈ ബിഹേവിയറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ബിഹേവിയറൽ എക്കണോമിക്സ് ആൾസോ, as I said, draw insight from psychology and sociology to augment our basic assumption about consumer behavior. Consumer behavior ബേസിക് അസംഷൻസ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി സോഷ്യോളജി, സൈക്കോളജി, ഇതിൽ നിന്നൊക്കെയുള്ള ഇൻസൈറ്റുകൾ എടുത്തിട്ടാണ് ഇത് ഈ ഒരു ഫീൽഡ് ഡെവലപ്പ് ആയിട്ടുള്ളത്. These insight will help us to account more complex consumer preference. കൺസ്യൂമറിന്റെ നമ്മൾ പറഞ്ഞു കൺസ്യൂമർ പ്രിഫറൻസസ് എന്ന് പറയുന്നത് അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിലേക്ക് കൂടുതൽ ഒരു ഇൻസൈറ്റ് നമുക്ക് കണക്കാക്കാൻ പറ്റും. അതുപോലെ തന്നെ റൂൾസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, സിമ്പിൾ റൂൾസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂൾസുകൾ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. മീൻസ് ആൻഡ് ആൾസോ ഫോർ ദി ഡിഫിക്കൽറ്റി ദാറ്റ് പീപ്പിൾ ഓഫൺ ഹാവ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദി ലോ ഓഫ് പ്രോബബിലിറ്റി. ലോ ഓഫ് പ്രോബബിലിറ്റി മനസ്സിലാക്കുമ്പോൾ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊക്കെ കണക്കാക്കുന്നതിന്, ഡിസിഷൻ മേക്കിംഗിലെ റൂൾസ് കണക്കാക്കുന്നതിന്, അതുപോലെ തന്നെ കോംപ്ലക്സ് പ്രിഫറൻസസ് കണക്കാക്കുന്നതിനൊക്കെ ഈ ബിഹേവിയറൽ എക്കണോമിക്സിലെ ഇൻസൈറ്റുകൾ യൂസ്ഫുൾ ആണ് എന്നുള്ള ഒരു കാര്യമുണ്ട്. സോ നമുക്ക് മെയിനായിട്ട് ഈ ബിഹേവിയറൽ എക്കണോമിക്സിൽ നമുക്ക് നോക്കാനുള്ളത്, ഇന്ന് നമ്മൾ കൂടുതൽ എംഫസൈസ് കൊടുക്കുന്നത് റെഫറൻസ് പോയിന്റ് ആൻഡ് കൺസ്യൂമർ പ്രിഫറൻസസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ്. So let us first see what is the reference point. Reference point is the point from which the individual makes the consumption decision, can strongly affect that decision. നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഏതൊരു കോണ്ടെക്സ്റ്റിൽ നിന്നിട്ടാണോ ഒരു ഡിസിഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ചോയ്സ് നടത്തുന്നത്, അതിനെയാണ് റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വ്യക്തി അയാളുടെ കൺസംഷൻ ഡിസിഷൻ നടത്തുന്നത് ഏതൊരു കോണ്ടെക്സ്റ്റില് അല്ലെങ്കിൽ ദ പോയിന്റ് ഫ്രം വിച്ച് അത് ആ ഒരു ഡിസിഷനെ വളരെ വളരെ സ്ട്രോങ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിനെയാണ് റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് like the standard model of consumer behavior assumes that consumer places unique value on goods and services that they purchase. However, psychologists and market research studies have found that perceived value depends in part on setting in which the purchasing decision occurs. That setting creates a reference point on which preferences might be at least partly based. അപ്പോൾ ഇതാണ് റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കൺസ്യൂമർ ബിഹേവിയർ മോഡൽസിലൊക്കെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്, കൺസ്യൂമർ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ, സേവനങ്ങൾ, ഇതൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ കൺസ്യൂമർ അതിൻ്റെ മുകളിലൊരു പ്രത്യേകമായിട്ടുള്ള ഒരു മൂല്യം അതിൻ്റെ മുകളിൽ നൽകുന്നുണ്ട്. പക്ഷെ ഉയർന്നു വരുന്ന എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൈക്കോളജിയിലെ അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ച് സ്റ്റഡീസിലൊക്കെ നമ്മൾ കാണാൻ പറ്റുന്നത്, ഇങ്ങനെ കൺസ്യൂമർ അയാൾ പർച്ചേസ് ചെയ്യുന്ന സാധനത്തിന്റെ മുകളിൽ അയാൾ ഉദ്ദേശിക്കുന്ന ഒരു വാല്യൂ അത്
അല്ലെങ്കിൽ അയാൾ നൽകുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് ഒരു പരിധി വരെ അത് എവിടെയാണോ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പർച്ചേസിംഗ് ഡിസിഷൻ എവിടെയാണോ സംഭവിക്കുന്നത്, ആ ഒരു കോണ്ടെക്സ്റ്റ്, അതാണ് റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ആ ഒരു പ്രിഫറൻസിനെ തീർച്ചയായിട്ടും ആ ഒരു കോണ്ടെക്സ്റ്റ് തീർച്ചയായിട്ടും ഒരു പരിധി വരെ അല്ലെങ്കിൽ ഏറെക്കുറെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലാതെ ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സേവനം അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിനൊരു കൺസ്യൂമർ മുഴുവനായിട്ട് കൊടുക്കുന്ന വാല്യൂ അത് മാത്രമല്ല, ആ ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു സേവനം നിലനിൽക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, അതും അയാളുടെ പ്രിഫറൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഈ റെഫറൻസ് പോയിന്റിന് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. Like we can take an example, like you will see that take this example, that apartment price in Petersburg and San Francisco. Like നമ്മളൊരു അപ്പാർട്ട്മെന്റ് പ്രൈസ് പെറ്റീസ്ബർഗ് അല്ലെങ്കിൽ സാൻ ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഒരുപാട് ഡിസ്റ്റൻസ് അകലെയുള്ള രണ്ട് സ്ഥലമാണ് ഈ പെറ്റീസ്ബർഗ് സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്നത്. ഈ രണ്ട് സ്ഥലങ്ങളിലുള്ള ഒരു അപ്പാർട്ട്മെന്റ് പ്രൈസ് താരതമ്യം ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമുക്ക് ഈ റെഫറൻസ് പോയിന്റ് മനസ്സിലാക്കാം എന്നുള്ളത് നോക്കാം. ഇപ്പൊ പെറ്റീസ്ബർഗില് ഒരു 2006 ഈ ഒരു 2 BHK ഒരു അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് $650 ആണെന്ന് വിചാരിക്കുക. അതേസമയം സെയിം 2 BHK അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിന്റെ മന്ത്ലി റെന്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ $2125 ആണെന്ന് വിചാരിക്കുക. സെയിം. സോ ലൈക്ക് ഫോർ someone accustomed to San Francisco housing prices, Petersburg might seems like a bargain. അപ്പോൾ ഇവിടെ പ്രൈസ് ഡിഫറൻസ് നോക്കാം. അപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിൽ ഒരുപാട് കാലം അറിയുന്ന, ഒരുപാട് കാലം താമസിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഹൗസിംഗ് പ്രൈസ് പെറ്റീസ്ബർഗിലെ ഹൗസിംഗിന്റെ മീൻസ് ഈ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിട്ട് തോന്നാം. അതേസമയം പെറ്റീസ്ബർഗിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് മൂവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രൈസ് വളരെ അധികമായിട്ട് തോന്നാം. സെയിം അപ്പാർട്ട്മെന്റിന് ഈ ഡിഫറെന്റ് ലൊക്കേഷനിൽ ഉള്ള ഈ പ്രൈസ് ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ട് കൺസ്യൂമർ അതെങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിൽ കണ്ടത്. സോ തിങ്കിങ് ഇറ്റ് അൺഫെയർ ഫോർ ഹൗസിംഗ് ടു കോസ്റ്റ് ദാറ്റ് മച്ച്. അപ്പോൾ ഈ സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഈ ഹൗസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അൺഫെയർ ആയിട്ട് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തോന്നാം. സെയിം അപ്പാർട്ട്മെന്റ് 2 BHK അപ്പാർട്ട്മെന്റിന് ഈ ഒരു ഹൈ പ്രൈസ് ഡിഫറൻസ് പെറ്റീസ്ബർഗ് അപേക്ഷിച്ച് സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഈ വെരി ഹൈ പ്രൈസ് എന്ന് പറയുന്നത് അൺഫെയർ ആയിട്ട് കൺസ്യൂമേഴ്സിന് ഫീൽ ചെയ്യാം. സോ ഈ ഒരു എക്സാമ്പിളില് ഈ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ റെഫറൻസ് പോയിന്റ് ഉണ്ടാകുന്നത് എങ്ങനെയാന്ന് വെച്ചാല് അത് വളരെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഈ പെറ്റീസ്ബർഗിലുള്ള സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഒരു നിവാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് നമുക്കത് ഈ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ വ്യത്യാസപ്പെട്ടിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. Now, like reference point can develop for many reasons. Like one reason could be like our past consumption of goods, and other reasons could be our experience in the market and our expectations about how prices should behave. അപ്പൊ ഇതൊക്കെ ഒരു റെഫറൻസ് പോയിന്റിനെ അഫക്ട് ചെയ്യുന്ന ഘടകങ്ങളാണ്. ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളൊരു പാസ്റ്റിൽ നമ്മളൊരു സാധനം കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ റെഫറൻസ് പോയിന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അനുഭവം, മാർക്കറ്റിലുള്ള നമ്മുടെ അനുഭവം, അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രൈസ് ചേഞ്ച് ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ പ്രതീക്ഷ, അതാണ് എക്സ്പെക്ടേഷൻസ് അബൌട്ട് ഹൗ പ്രൈസസ് ഷുഡ് ബിഹേവ്. ഇതൊക്കെ ഒരു വ്യക്തിയുടെ റെഫറൻസ് പോയിന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ്. And reference point can strongly affect the way the people approach economic decision. നമ്മൾ എങ്ങനെയാണ് ഒരു എക്കണോമിക് ഡിസിഷന് സമീപിക്കുന്നത് അതിനെ വളരെ
സ്ട്രോങ് ആയിട്ട് തന്നെ ഈ റെഫറൻസ് പോയിന്റ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് കാണാൻ പറ്റും. ഈ റെഫറൻസ് പോയിന്റിന് ഒരുപാട് റിയൽ ലൈഫിൽ ലൈവ് എക്സാമ്പിൾസ്, അതൊരു കുറെ കൺസെപ്റ്റുകളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ലൈക്ക് ഡിഫറെന്റ് എക്സാമ്പിൾസ് ഓഫ് reference point and the way they affect consumer behavior can be understood with the help of like following concept. Like first one is the endowment effect. Okay, ഈ റെഫറൻസ് പോയിന്റിലുള്ള വളരെ പ്രധാനപ്പെട്ട ഏറ്റവും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എൻഡോമെന്റ് എഫക്റ്റ് ആണ്. ഓക്കെ, what is this endowment effect? It is the tendency of individual to value an item more when they own it than when they do not. അതായത് ഈ എൻഡോമെന്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാല്, നമുക്ക് ഇപ്പോ നമ്മളെ കയ്യിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കൂടുതൽ മൂല്യം കൊടുക്കും. മീൻസ് ആ ഒരു സാധനം നമ്മൾ ഇല്ലാത്തപ്പോഴുള്ളൊരു നമ്മൾ നൽകുന്ന ഒരു മൂല്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, നമ്മുടെ കൈവശം ഉണ്ടാകുമ്പോൾ നമ്മളൊരു സാധനത്തിന് വളരെ കൂടുതലായിട്ട് ഒരു വാല്യൂ കൊടുക്കുന്ന ഒരു ടെൻഡൻസി ആളുകൾക്കുണ്ട്. അതിനെയാണ് എൻഡോമെന്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു എക്സാമ്പിളിലൂടെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ലൈക്ക് the one way to think about this effect is to consider gap between price that the person is willing to pay for a good and price at which is willing to sell the same goods to someone else. അപ്പോൾ ഈ എൻഡോമെന്റ് എഫക്റ്റ് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അതായത് പ്രൈസ് ഡിഫറൻസ്. ഇപ്പൊ ഒരാളടുത്തൊരു സാധനം ഉണ്ട്, ആ സാധനം അയാള് പർച്ചേസ് ചെയ്യുമ്പോൾ അയാള് പേ ചെയ്യുന്ന ഒരു പ്രൈസ്, അതും അതേസമയം ആ സെയിം സാധനം അയാള് വിൽക്കുമ്പോ അതിനു മുകളിൽ അയാള് കാണുന്ന ഒരു വില, അത് തമ്മിലുള്ള ഡിഫറൻസ്, അതിന് നമുക്ക് എൻഡോമെന്റ് എഫക്റ്റ് എന്ന് പറയാൻ പറ്റും. നമ്മളെ കയ്യിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു മൂല്യവും, നമ്മളൊരു സാധനം സെയിൽ ചെയ്യുമ്പോൾ അതിന് സെയിം സാധനം നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു മൂല്യവും, അത് തമ്മിലുള്ള ഗ്യാപ്പ്, അതിനാണ് എൻഡോമെന്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. മീൻസ് എപ്പോഴും നമ്മുടെ കൈവശം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് കൂടുതൽ മൂല്യം കൊടുക്കും. നമ്മളെ കയ്യിൽ ഇല്ലാതെ വിൽക്കുമ്പോഴുള്ള ആ ഒരു സാധനത്തിന്റെ മൂല്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ ആ ഒരു സാധനത്തിന് നമ്മൾ കൂടുതൽ മൂല്യം കൊടുക്കുന്ന ആളുകളുടെ ഒരു ടെൻഡൻസി, അതിനാണ് എൻഡോമെന്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. So the basic theory of consumer behavior says that this price should be same, but many experiments suggest that that is not what happens in practice. നമ്മൾ ഒരുപാട് കൺസ്യൂമർ ബിഹേവിയർ തിയറീസിലൊക്കെ പറഞ്ഞിട്ടുള്ളത്, നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു വിലയും, അതുപോലെ തന്നെ അതേ സാധനം നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ നൽകുന്നൊരു മൂല്യവും അത് സെയിം ആയിരിക്കും എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ ഒരുപാട് സ്റ്റഡി കാണിക്കുന്നത് അങ്ങനെയല്ല. നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കും. ഒരു ക്ലാസ് റൂം എക്സ്പെരിമെന്റ് ഉണ്ട്. ഈ ക്ലാസ് റൂം എക്സ്പെരിമെന്റിൽ ഒരു പ്രൊഫസർ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് US കോണ്ടെക്സ്റ്റില്. ഒരു ക്ലാസ്സിലെ റാൻഡായിട്ട് ചൂസ് ചെയ്തിട്ടുള്ള പകുതി കുട്ടികൾക്ക് ഒരു കോഫി മഗ് ഫ്രീ ആയിട്ട് നൽകണം. അതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് $5 ആണ്. $5 വാല്യൂവിലുള്ള ഒരു കോഫി മഗ് ഒരു ക്ലാസ്സിലുള്ള പകുതി കുട്ടികൾക്ക് കൊടുക്കുകയാണ്. മറ്റേ പകുതി കുട്ടികൾക്ക് ഒന്നും കൊടുക്കുന്നില്ല. the students with the mug were asked the price at which they would sell it back to the professor. സ്റ്റുഡൻസ് നമ്മൾ നൽകിയിട്ടുള്ള ആ ഒരു സാധനം ഏതൊരു പ്രൈസിലാണ് പ്രൊഫസറിന് അത് തിരിച്ച് പ്രൊവൈഡ് ചെയ്യുക എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, the second group was asked the minimum amount of money that they would accept in lieu of a mug. So the decision faced by both group is similar, but their reference point are different. So for the first group, whose reference point was possession of a mug, so the average selling price was $7. For the second group, which did not have a mug, the average amount decided in lieu of a mug was $3.5. അപ്പോൾ ഈ ഒരു എക്സാമ്പിളില് നമ്മൾ കാണുന്നത്, ഇപ്പൊ പകുതി
കുട്ടികൾക്ക് $5 അത് $5 മൂല്യം വരുന്ന കോഫി മഗ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം പകുതി കുട്ടികൾക്ക് ഇല്ല. അപ്പോ ഈ ഒരു ഫസ്റ്റ് ഗ്രൂപ്പിനോട്, ഈ മഗ് ലഭിച്ചിട്ടുള്ള ആ ഗ്രൂപ്പിനോട് ഏത് ഒരു പ്രൈസിലാണ് അവരത് സെയിൽ ചെയ്യുക എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവര് അതിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആവറേജ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് $7 ആണ്. അത് അവരുടെ പൊസിഷനിലുള്ള ഒരു സാധനമാണ്. അതേസമയം ഈ മഗ് ഇല്ലാത്തവര്, പകുതി കുട്ടികൾക്ക് ഈ ഒരു കോഫി മഗ് ലഭിച്ചിട്ടില്ല. അപ്പോൾ അവർ ഏതൊരു പ്രൈസിലാണ് ഈ ഒരു സാധനം വാങ്ങാൻ തയ്യാറാവുന്നത് നമ്മൾ ചോദിച്ചാൽ അതിന്റെ ഒരു ആവറേജ് പ്രൈസ് നമുക്ക് നമ്മൾ ആ ഒരു എക്സ്പെരിമെന്റിൽ കണ്ടെത്തിയിട്ടുള്ളത് $3.5 ആണ്. മീൻസ് ആ ഒരു സാധനം അവരുടെ കൈവശം ഇല്ല. അപ്പൊ അവര് ആ ഒരു പ്രോഡക്റ്റിന് അവർ പെർസീവ് ചെയ്യുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് കുറവാണ്. മീൻസ് 3.5 ആണ്. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് നമ്മൾ കണ്ടു. ₹5 $5 മൂല്യമുള്ള ഒരു കോഫി മഗിന്റെ ഒരു സെല്ലിംഗ് പ്രൈസും അതുപോലെ തന്നെ പർച്ചേസ് പ്രൈസും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, അത് ആ ഒരു പ്രൈസ് ഡിഫറൻസ് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് അത് റെഫറൻസ് പോയിന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. സോ ദിസ് ഗ്യാപ്പ് ഇൻ പ്രൈസ് ഷോസ് ദാറ്റ് ദ ഗിവിംഗ് അപ്പ് ദി മഗ് വാസ് പെർസീവ്ഡ് ടു ബി ഗ്രേറ്റർ ലോസസ് ടു ദോസ് ഹു ഹാഡ് വൺ that the gain from obtaining the mug for those without one. അപ്പോൾ ഈ ഒരു പ്രൈസ് ഡിഫറൻസിലുള്ള വ്യത്യാസം കാണിക്കുന്നത് നമ്മള് കൈവശം ഉണ്ടാകുമ്പോൾ അതിന് നഷ്ടം സംഭവിക്കുമ്പോൾ അതിന് നൽകുന്ന ഒരു മൂല്യം എന്ന് പറയുന്നത് കൂടുതലാണ്. നമ്മളെ കൈവശം ഒരു സാധനം ഉണ്ടാകുമ്പോൾ അത് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് കൂടുതലും, അതേസമയം നമ്മൾക്കൊരു സാധനം ഗെയിൻ ചെയ്യുമ്പോഴുള്ള അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നഷ്ടപ്പെടുമ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, ഇത് എൻഡോമെന്റ്, ആ ഒരു പ്രൈസ് ഡിഫറൻസിനെയാണ് നമ്മൾ എൻഡോമെന്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻഡോമെന്റ് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കൺസെപ്റ്റാണ് ലോസ് അവേർഷൻ എന്ന് പറയുന്നത്. ഈ കോഫി മഗ് എക്സ്പെരിമെന്റ് കാണിക്കുന്നത് ഇവിടെ ഒരു ലോസ് അവേർഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ കൂടി കാര്യം ഇവിടെ പറയുന്നുണ്ട്. ലോസ് അവേർഷൻ എന്ന് പറഞ്ഞാല് ദ ടെൻഡൻസി ഓഫ് പീപ്പിൾ ടു പ്രിഫർ അവോയ്ഡിങ് ലോസസ് ഓവർ അക്വയറിംഗ് ഗെയിൻ. അതായത് ഒരു സാധനം നഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സെയിം സാധനം നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗെയിന് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആളുകൾ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കുന്നതാണ് കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുക. ദ ടെൻഡൻസി ഓഫ് ഇൻഡിവിജ്വൽ ടു പ്രിഫർ അവോയ്ഡിങ് ലോസസ് ഓവർ അക്വയറിംഗ് ഗെയിൻസ്. So this coffee mug experiment also shows the situation of loss aversion. You see the students who owned the mug and believed that its market value was indeed $5 were averse to selling it for less than $5 because doing so would have created a perceived loss. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ കണ്ടത് ലോസ് അവേർഷൻ എന്ന് പറയുന്നത് $5 വാല്യൂ ഉള്ള ഒരു മഗ് അത് നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഒരു നഷ്ടം എന്ന് പറയുന്നത് അത് സെയിൽ ചെയ്യുമ്പോൾ അതിൽ നിന്ന് അവർക്ക് ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് അത് വളരെ കൂടുതലായിട്ടാണ് അവര് പെർസീവ് ചെയ്യുന്നത്. The students who owned the mug and believed that its market value was indeed were averse to selling. അപ്പോൾ അത് അവര് ഒരു $5 വാല്യൂവിലുള്ള ഒരു സാധനം അവര് സെയിൽ ചെയ്യുന്നതിൽ നിന്ന് അവര് വിട്ടു നിൽക്കുന്നുണ്ട്. ഒരു $5-നേക്കാൾ കുറവ് ആണ് അത് സെയിൽ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നതെങ്കിൽ അവരത് തീർച്ചയായിട്ടും അതിൽ നിന്ന് അവര് വിട്ടു നിൽക്കും. അത് കാരണം അവര് വളരെ കൂടുതൽ ലോസ് അവരതിന് പെർസീവ് ചെയ്യാണ്. സോ ദ ടെൻഡൻസി ഓഫ് പീപ്പിൾ ടു പ്രിഫർ അവോയ്ഡിങ് ലോസസ് ഓവർ അക്വയറിംഗ് ഗെയിൻസ്. So the fact that they have been given the mug for free and thus would still have had an overall gain
ഡിഡിൻറ്റ് മാറ്റർ ആസ് മച്ച്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫ്രീ കിട്ടിയ ഒരു സാധനം മൊത്തത്തിൽ അവർക്ക് ഒരു ഗെയിൻ ആണെങ്കിൽ കൂടി അതവിടെ ഒരു കാര്യമല്ല. അവരത് നഷ്ടമാകുമ്പോൾ അതിന്റെ മുകളിൽ വളരെ കൂടുതലായിട്ട് ഒരു നഷ്ടം ആണ് അവർ പെർസീവ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു സാധനം അവര് നഷ്ടപ്പെടാൻ താല്പര്യപ്പെടില്ല ഗെയിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അവരൊരിക്കലും അത് നഷ്ടപ്പെടാൻ താല്പര്യപ്പെടില്ല. അപ്പോൾ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ടെൻഡൻസി ഓഫ് ദ പീപ്പിൾ ടു പ്രിഫർ അവോയ്ഡിങ് ലോസസ് ഓവർ അക്വയറിംഗ് ഗെയിൻസ്. അപ്പൊ ഇതിനെയാണ് ലോസ് അവേർഷൻ എന്ന് പറയുന്നത്. We can see another example in connection with the concept of loss aversion. Like people are sometimes hesitant to sell stock at a loss. ചില സാഹചര്യങ്ങളിൽ ആളുകള് അവരുടെ സ്റ്റോക്ക് ഒരു നഷ്ടത്തിന് വിൽക്കാൻ ഒരിക്കലും തയ്യാറാകില്ല. മീൻസ് ആ ഒരു സെയിം സാധനം നമുക്ക് ഒരു ബെറ്റർ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള വരുമാനം കിട്ടാനുള്ള അവസരം ഉണ്ടെങ്കിൽ കൂടി ആളുകൾ പലപ്പോഴും സ്റ്റോക്ക് സെയിൽ ചെയ്യാൻ, ഒരു നഷ്ടത്തിന് സെയിൽ ചെയ്യാൻ ആളുകൾ തയ്യാറാവില്ല എന്നുള്ളതാണ് കാരണം. ബിക്കോസ് ഒറിജിനൽ പ്രൈസ് പെയ്ഡ് ഫോർ ദി സ്റ്റോക്ക് വിച്ച് ടേൺ ഔട്ട് ടു ബി ടു ഹൈ ഗിവൺ ദി റിയാലിറ്റീസ് ഓഫ് ദി മാർക്കറ്റ്. അപ്പൊ ആളുകൾ അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യില്ല എന്നുള്ള കാരണം, ഇപ്പോ നിലവിലുള്ള മാർക്കറ്റ് സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആ ഒരു സ്റ്റോക്ക് അവര് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ കൊടുത്തിട്ടുള്ള ഒരു പ്രൈസ് ഉണ്ട്. അതിന്റെ മുകളിൽ അവർ വളരെ കൂടുതലായിട്ടുള്ള ഒരു മൂല്യം അവര് പെർസീവ് ചെയ്യുന്നുണ്ട്. അതൊരു റെഫറൻസ് പോയിന്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് ആ ഒരു നഷ്ടം അവര് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക ചെയ്യാം. ഓക്കെ. So while there are a variety of circumstances in which endowment effect arises, നമുക്ക് ഒരുപാട് endowment effect ഉണ്ടാകുന്ന ഒരുപാട് ഇത്തരത്തിലുള്ള റിയൽ ലൈഫ് കൺസ്യൂമർ പ്രിഫറൻസ് ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. We know that these effects tend to disappear as consumer gain relevant experience. അപ്പോൾ ഇത്തരത്തിലുള്ള എഫക്ട്സുകൾ, എൻഡോമെന്റ് എഫക്ട്സുകൾ, ഇതൊക്കെ നമ്മൾ കൺസ്യൂമർ വളരെ കൂടുതൽ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് ഈ എൻഡോമെന്റ് എഫക്റ്റ് ഒക്കെ മീൻസ് ക്രമേണ ഇല്ലാതാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ കൂടുതൽ ഒരു പർച്ചേസ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ നടത്തുമ്പോൾ കൂടുതൽ എക്സ്പീരിയൻസ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെ ഈ ലോസ് അവേർഷൻ അല്ലെങ്കിൽ എൻഡോമെന്റ് എഫക്റ്റ് ഒക്കെ ഇതിലൊക്കെ ഒരു അഡ്വേഴ്സ് ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നുണ്ട് കൺസ്യൂമർ ഡിസിഷനിൽ. അല്ലെങ്കിൽ പലപ്പോഴും കൺസ്യൂമർ പ്രിഫറൻസസ് കൂടുതൽ ബയാസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കൺസ്യൂമർ അവരുടെ കൺസംഷൻ ഡിസിഷൻ നടത്തുന്ന സമയത്ത് കൂടുതൽ എക്സ്പീരിയൻസ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു പരിഹാരം. സോ these are the concept. Like one more aspect that comes with reference to the reference point is the framing effect. The framing effects also influences the consumer preferences. Like it is another example of the reference point. Framing is a tendency to rely on the context in which a choice is described when making a decision. അതായത് ഇപ്പൊ കൺസ്യൂമർ ഒരു ഡിസിഷൻ നടത്തുമ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റ് എങ്ങനെയാണ് ആ ഒരു ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതിനെയാണ് ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ഒരു കോണ്ടെക്സ്റ്റിന്റെ മുകളിൽ വളരെ കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ആളുകളുടെ ഒരു ടെൻഡൻസി to rely on the context in which a choice is described in making a decision. നമ്മളൊരു ചോയ്സ് നടത്തുമ്പോൾ ഒരു കോണ്ടെക്സ്റ്റിന്റെ മുകളിൽ കൂടുതൽ എംഫസൈസ് കൊടുക്കുന്ന ആളുകളുടെ ഒരു ടെൻഡൻസിക്കാണ് ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് ഒരു ചോയ്സ് ഫ്രെയിം ചെയ്യുന്നത്? അതായത് ഇവിടെ ഈ പേര് കാണിക്കുന്നത് പോലെ തന്നെ the context in which they are described and their appearances. അല്ലെ, ഇപ്പൊ ഒരു കൺസ്യൂമർ ഒരു ചോയ്സ് നടത്തുമ്പോൾ അതിന്റെ കോണ്ടെക്സ്റ്റ് എങ്ങനെയാണ് ഉള്ളത് അല്ലെങ്കിൽ അതിന്റെ ഒരു അപ്പിയറൻസ് എങ്ങനെയാണോ അത് ആ ഒരു സാധനത്തിന്റെ മുകളിൽ നടത്തുന്ന ചോയ്സിനെ എഫക്ട് ചെയ്യും. അതിനാണ് ഫ്രെയിമിംഗ് എഫക്ട് എന്ന് പറയുന്നത്. സോ ലൈക്ക് വി ക്യാൻ ടേക്ക് അനദർ എക്സാമ്പിൾ. ലൈക്ക് are you more likely to buy a skin cream whose package claim that is
will show like slow the aging process. അതായത് നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങുമ്പോൾ ഫോർ എക്സാമ്പിൾ സ്കിൻ ക്രീം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ പരസ്യം ഒരു 2 രീതിയിലാണ് അതിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഒരു രീതി എന്ന് പറയുന്നത് സ്ലോ ദ ഏജിങ് പ്രോസസ്. നമ്മുടെ ഏജ് ആകുന്ന ഒരു പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യും എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഒരു ലേബലെങ്കിൽ, മറ്റൊരു ലേബൽ എന്ന് പറയുന്നത് മേക്കിംഗ് യു ഫീൽ യങ് അഗെയിൻ, വീണ്ടും യുവത്വത്തിലേക്ക് നയിക്കും എന്ന ഒരു രീതിയിലുള്ള മറ്റൊരു രീതിയിലാണ്. മീൻസ് മേക്കിംഗ് യു ഫീൽ യങ് അഗെയിൻ എന്ന് പറയുന്ന മറ്റൊരു രീതിയിലും ആ ഒരു സ്കിൻ ക്രീമിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. So these product might be essentially identical except for their packaging. ഇത് രണ്ടും സെയിം സാധനമാണ്, പക്ഷെ ഇതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുള്ള ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ റിയൽ വേൾഡില് ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. അപ്പൊ അതിന്റെ മുകളിൽ നമ്മൾ നൽകുന്ന നമ്മുടെ കാഴ്ചപ്പാട് അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് മിക്ക ആളുകളും പ്രിഫർ ചെയ്യാം രണ്ടാമത് എഴുതി വെച്ച ഒരു മീൻസ് മേക്കിംഗ് യു ഫീൽ യങ് അഗെയിൻ എന്ന രീതിയിൽ ലേബൽ ചെയ്തിട്ടുള്ള സെയിം സാധനമാണ്, പക്ഷെ ഇങ്ങനെയാണ് അതിന്റെ മുകളിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സാധനമായിരിക്കും കൂടുതൽ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ആളുകളുടെ പർച്ചേസിങ് ഡിസിഷനെ വളരെ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അവരുടെ ആ ഒരു ചോയ്സ് നടത്തുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിനെ അതിൻ്റെ ഒരു അപ്പിയറൻസിലും അല്ലെങ്കിൽ അത് എങ്ങനെയാണോ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് വിശദീകരിച്ചിട്ടുള്ളത് അതൊക്കെ അവരുടെ ചോയ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? അപ്പൊ ഇതിനെയാണ് ഫ്രെയിമിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്രെയിമിംഗ് എന്നുള്ള ഈ ഒരു സാധനം കൺസ്യൂമറിന്റെ ചോയ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സാധനം എങ്ങനെയാണോ അത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഒരു സാധനം പ്രകടമാകുന്നത് കൺസ്യൂമറിന്റെ മുന്നിൽ, അത് ആ ഒരു കൺസ്യൂമറിന്റെ ചോയ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതും കൺസ്യൂമർ ചോയ്സസിൽ ബയാസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റും ഈ ബിഹേവിയറൽ എക്കണോമിക്സിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആസ്പെക്ട് ആണ്. So these are the things that we would like to explain in today's class. So we have already seen like mainly 3 things. Like first we defined behavioral economics, and we have also discussed the reference point and consumer preferences. First we have seen the endowment effect, then we have seen the reference point, loss aversion, and the framing. So these are the basic concepts that we have dealt in this class. Okay, thank you.